സാമ്രാജ്യത്വ അനുകൂല നടപടികളുടെ ഭാഗമായി ഇന്ന് ഇന്ത്യക്കകത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം, ദേശസാൽക്കരണത്തിനെതിരായിട്ടുള്ള സമീപനം, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായ അതിവിപുലമായ ഐക്യം, ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഐക്യം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള രാഷ്ട്രീയം ഇതിൻ്റെ എല്ലാം മുകളിൽ സജീവമായി ഇന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചിട്ടുള്ള സമീപനം കേരളത്തിൽ നിലനിർത്തി മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം, പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ. അങ്ങനെയില്ല, ഇത് കൂടിയാലോചനയിലൂടെ പരിഹാരം കാണേണ്ടതാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. അങ്ങനെ CPM മാത്രം എടുക്കേണ്ട ഒരു സമീപനമല്ല എന്ന നിലപാടും CPIയിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടാണ്. CPI നിലപാടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം ചില തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് പരസ്പര സംഭാഷണത്തിലൂടെ പരിഹാരം കാണണം. അങ്ങനെ തർക്കങ്ങൾ ഉയർന്ന സന്ദർഭങ്ങളിലെല്ലാം അത്തരം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നവും അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു തർക്കത്തിലേക്കൊന്നും പോകാനില്ല. ഞാനൊരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. മുമ്പും ഉപനേതൃത്വ പദവി CPM വഹിച്ചിട്ടുണ്ട് മുമ്പ്. അതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പരസ്പരം കൂടിയാലോചന നിർബന്ധമാണ്. അതില്ലാതെ ഒരു പ്രഖ്യാപനം നടത്തി മാറ്റുന്നത് ശരിയല്ലല്ലോ. പ്രതികരണങ്ങളിൽ കുറെ കൂടി ജാഗ്രത പാലിക്കട്ടെ. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നു. ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ ഒന്നും ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്രത്തിൽ ഞാൻ വായിച്ചു. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിഷയമില്ല. അത് പാർട്ടിക്കകത്തെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം പറയേണ്ടുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു വിവാദത്തിലേക്കോ എന്തെങ്കിലും പ്രതികരണത്തിലേക്കോ കിടക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. തുടർന്നും ആ ശ്രമം ഞാൻ ഈ കാര്യത്തിൽ നടത്തി മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ആലോചിക്കാം. അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ല, അതൊരു വലിയ വിഷയമല്ല. അത് അങ്ങനത്തെ ഒരു എമർജൻസി കൊടുത്തിട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തിട്ട് തീരേണ്ട ഒരു വിഷയമല്ല. സർക്കാരായിക്കോട്ടെ, അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ഇവിടെ ഈ തീരുമാനം എടുക്കാത്തോണ്ട. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ശക്തമായി തുടരുകയല്ലേ. എന്തെല്ലാം ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. അതുകൊണ്ട് അത്ര എല്ലാറ്റിനും സമരമല്ല പരിഹാരം. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് CPIയുടെ രാഷ്ട്രീയ പാർട്ടി സംഘടനാപരമായ കാര്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല. മുന്നണീൻ്റെത് കഴിഞ്ഞ മുന്നണിക്കകത്ത് ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് മുന്നണി യോഗം ചേർന്നത്. മുന്നണി യോഗം ചേരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ച് മുന്നണി യോഗം ചേർന്ന് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇത് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ ഓരോ പൊസിഷന്റെ പ്രശ്നം, ബന്ധപ്പെട്ട പാർട്ടികളുമായി ചർച്ച നടത്തി തീരുമാനിച്ചു പോകുന്ന പ്രശ്നം. നിങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചാൽ ശരിയാകില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്തെങ്കിലും പിടുത്തമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ല, അത് മുന്നണിയിലെ പാർട്ടികളുമായി
കൂടിയാലോചിച്ച് നിശ്ചയിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സാധാരണ നിലയിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇക്കാര്യത്തിൽ അല്ലല്ലല്ല, പ്രതിപക്ഷ നേതാവ് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. നേരത്തെയുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യം. ഇതിനകത്ത് ഒരു കാര്യം, ഈ നേതൃപദവി നീണ്ടുപോകുന്നതിന് ബന്ധപ്പെട്ടെ നേതാക്കൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ പോസ്റ്റ് ഇട്ടു, അതിന് പിന്നാലെ വി ശിവൻകുട്ടി അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരുന്നു. അങ്ങനെ നേതാക്കൾ തമ്മിലൊരു അല്ല, അത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ അത് നോക്കാം, അത് ആലോചിച്ചിട്ട് ചെയ്യാം, പറയാം. മടാക്കര അല്ല, അത് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ പിന്നെ നടപടിയൊക്കെ എടുത്തു, സ്ഥലം മാറ്റി അങ്ങനെ കേസെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളത് എനിക്ക് കണ്ടു. ആരാധനാലയങ്ങളിലും പോലീസ് കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടുത്തെ എല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്. കൂടിയാലോചനയുടെ പരസ്പരം പരിഹരിക്കപ്പെടാനുണ്ടാവുന്നത്. കേരളത്തിൽ ഒരു ആരാധനാലയങ്ങൾക്കകത്തും ഇതുപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ആരാധനാലയങ്ങളിൽ പള്ളിയിൽ എങ്ങനെ പോലീസ് എത്തി എന്നുള്ളതാണ് ഗവൺമെൻറ് പരിശോധിക്കേണ്ടുന്ന ഒരു പ്രശ്നം. അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനം അക്കാര്യത്തിൽ എടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഞാനത് നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ അങ്ങനത്തെ നല്ല പ്രശ്നം പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഭജനത്തിനെതിരാണ്. വിഭജനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ അഭിപ്രായം. ഇവിടെ ആ അഭിപ്രായം എന്നത് കേരളത്തിൻ്റെ താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ പൊതു താല്പര്യവുമാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ ഈ വിഭജനത്തെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പല മേഖലകളിലും, പ്രത്യേകിച്ച് മംഗളൂർ ഈ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഇത് സാരമായി ബാധിക്കുന്നത് കൊണ്ട് ഈ നിലപാടിൽ നിന്ന് അവർ പറയണം. BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും ഇതിനെതിരായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. BJPയും കേരളത്തിൻ്റെ ഈ പൊതു താല്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് തോന്നുന്നില്ല. അവരും കൂടി സഹകരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ, ജനങ്ങളെയും കേരള വികസനത്തെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായ സമീപനം എടുക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം.